അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ വമൗലാനാ മുഹമ്മദ്. നമ്മൾ 10 വരി ഇപ്പോൾ എടുത്തു. ഇനി നമുക്ക് 11ാമത്തെ വരി എടുക്കാനുള്ളത് കേട്ടോ. അപ്പോൾ ഇതുവരെയുള്ള വരികളൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്, പഠിച്ചവരൊക്കെ വോയിസ് ചെയ്തിട്ടുണ്ട്. ഏതായാലും അദബുകളാണല്ലോ പഠിക്കുന്നത്, പഠിക്കുമ്പോൾ ഉണ്ടായിരിക്കേണ്ട അദബുകൾ. അപ്പോൾ ഓരോ അദബുകൾ പറഞ്ഞു അവസാനം പറഞ്ഞു സമ്പത്തുള്ള ആളുകൾ കഴിയുന്നത് അതിനനുസരിച്ച് സമ്പത്ത് ചിലവഴിക്കണം. ഇൽമ് എന്ന വലിയ സമ്പത്ത് അതൊരിക്കലും നശിച്ചു പോവുകയില്ല, ഇൽമല്ലാത്ത സമ്പത്തുകളെല്ലാം നശിച്ചു പോകും എന്നൊക്കെ പറഞ്ഞു. ഇനി ഫസാഹിമിൽ ഫുഹൂല ബിൽ കറാമ വഫാരിഖിൽ ബിജ്നാത വൽ കറാമ എന്ന് പറഞ്ഞത് കേട്ടോ. അപ്പോൾ ഈ വരി 11ാമത്തെ വരി ഫസാഹിം സാഹമ യുസാഹിമു മുസാഹമത്തൻ എന്ന് പറഞ്ഞാൽ ഖാറബ യുഖാരിബു മുഖാറബത്തൻ എന്ന അർത്ഥത്തിലേക്കാണ്. അടുക്കുക എന്നർത്ഥം. അപ്പോൾ നീ അടുക്കുക, ആരോട് അടുക്കുക? അൽ ഫുഹൂൽ. അൽ ഫുഹൂൽ പറഞ്ഞാൽ പ്രഗത്ഭരായ പണ്ഡിതർ എന്നർത്ഥം. പ്രഗത്ഭരായ പണ്ഡിതരോട് നീ അടുക്കുക. ബിൽ കറാമത്തി, ആദരവോടുകൂടെ, ബഹുമാനത്തോടുകൂടെ, മാന്യതയോടുകൂടെ, ബഹുമാനത്തോടുകൂടെ വലിയ പണ്ഡിതന്മാരോട് നീ അടുക്കുക, നീ സഹവസിക്കുക എന്നർത്ഥത്തിനേക്കാണ്. ഇവിടെ ഫ ആ വാവ് രണ്ടും പറ്റും, രണ്ടും വ്യത്യസ്തമായിട്ടുള്ള എഴുതപ്പെട്ട നമ്മുടെ ഈ ബൈത്ത് എഴുതിയ പലതും വാവ് കൊണ്ട് എഴുതിയവരുണ്ട്, ഫ കൊണ്ട് എഴുതിയവരുണ്ട് കേട്ടോ. ഇത് നമ്മുടെ പുസ്തകത്തിൽ ഫ ആണ്. അപ്പോൾ ഫ ആണ്. അപ്പോൾ ഫസാഹിം, നീ അടുക്കുകയും ചെയ്യുക. അൽ ഫഹൂൽ, പ്രഗത്ഭരായ പണ്ഡിതരോട്. ബിൽ കറാമത്തി, മാന്യതയോടുകൂടെ നിങ്ങൾ അടുക്കുക, ബഹുമാനത്തോടു കൂടെ നിങ്ങൾ സഹവസിക്കുക. ഓക്കെ, അടുത്തത് വഫാരിഖിൽ ബിത്നാത വൽ കറാമ എന്ന് പറഞ്ഞത്. വഫാരിഖ്, നിങ്ങൾ വേർപിരിയുക. എന്തിനെ വേർപിരിയുക? അൽ ബിത്നത. ബിത്നത്ത് പറഞ്ഞാൽ വയറ് നിറക്കൽ. ഓക്കെ, വയറ് നിറക്കലിനെ നിങ്ങൾ വേർപിരിയുക, നിങ്ങൾ ഒഴിവാക്കുക. വൽ കറ എന്ന് പറഞ്ഞാൽ തൂങ്ങി ഉറക്കം, നുആസ് എന്നൊക്കെ പറയാറുണ്ട്. ഹുസിനത്തം വലാനോ സിനത്ത് അല്ലേ. കറ എന്ന് പറഞ്ഞാൽ തൂങ്ങിയുറങ്ങൽ. കറ എന്നുണ്ടോ മഹ് ആറാണ്. ബിത്തിനത്ത് പറഞ്ഞാൽ വയറ് നിറക്കലിനെ നിങ്ങൾ ഫാരിഖ്, നിങ്ങൾ വെടിയുക. വൽ കറ എന്ന് ഒറ്റ പദമാണ് കേട്ടോ, മഹ് ആറാണ്. കറ എന്ന് പറഞ്ഞാൽ വയറ് തൂങ്ങിയുറങ്ങൽ, വയറ് നിറക്കൽ എന്നുള്ളത് ബിത്തിനത്തെ, കറ എന്നുള്ളത് തൂങ്ങിയുറക്കം, തൂങ്ങിയുറക്കത്തെയും അതുപോലെ തന്നെ അൽബിച്ചിനത്തെ വയറ് നിറക്കലിനെയും നിങ്ങൾ വേർപിരിയുക. മഹ് അത് ഒഴിവാക്കേണ്ടതാണ് എന്നർത്ഥം. വിട്ടുമാറുക എന്ന് പറഞ്ഞാൽ ഈ ബിത്തനത്തിൽ നിന്നും കറയിൽ നിന്നും, കറ എന്ന തൂങ്ങിയുറക്കം, ബിത്തനത്തെ അതിൽ നിന്നൊക്കെ മഹ് നിങ്ങൾ വേർപിരിഞ്ഞിരിക്കുക. മഹ് എന്നങ്ങനെ ഉപയോഗിക്കുന്നതാണ്. കുഫുഫ് അൻഹുമ എന്നാണ്. അതിൽ നിന്ന് രണ്ട് നിങ്ങൾ മാറി നിൽക്കണം എന്നർത്ഥത്തിനേക്ക്. ഈ കറയും ബിത്തനത്തും നിങ്ങൾ ഒഴിവാക്കണം എന്നർത്ഥത്തിന്. അപ്പോൾ മൊത്തത്തിൽ പറയുമ്പോഴോ, പ്രഗത്ഭരായ പണ്ഡിതരോട് ബഹുമാനത്തോടു കൂടെ നിങ്ങൾ സഹവസിക്കുക. വയറ് നിറക്കലും തൂങ്ങിയുറക്കവും നീ ഉപേക്ഷിക്കുകയും ചെയ്യുക എന്നാണ്. ഇവിടെ ഫസാഹിമിൽ ഫഹൂല എന്നുള്ളത് കൊണ്ട് മുസന്നിഫ് ഉദ്ദേശിച്ചത് അധ്യാപകൻ്റെ അടുത്ത് അതുപോലെ ഇരിക്കുക എന്നല്ല. അതും ഇതിൽ ഉൾക്കൊള്ളുന്നുണ്ടെങ്കിലും അതിനേക്കാളും നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ വലിയ വലിയ പണ്ഡിതന്മാരുടെ അടുത്തൊക്കെ നമ്മൾ പഠിക്കാൻ പോകുമ്പോൾ അവരുടെ സദസ്സിനോടടുത്തിരിക്കുമ്പോൾ വിദ്യാർത്ഥിയുടെ അതവിൽ പെട്ടതാണെന്ന് വിവരിക്കലാണ് ഉദ്ദേശം. അതെന്ന് പറഞ്ഞാൽ സാധാരണ ഒരു അധ്യാപകൻ്റെ അടുത്ത് പോകുമ്പോൾ അത് പാലിക്കണം. അതിന് പുറമെ നമ്മൾ ശ്രദ്ധിക്കണം എന്ത്, ഒരുപാട് ഇൽമുകളുള്ള വലിയ വലിയ പണ്ഡിതന്മാരുടെ അടുത്ത് പോകുമ്പോൾ ബഹുമാനം നിർബന്ധമാണ് എന്നാണ് പറഞ്ഞത്. പിന്നെ അതുപോലെ തന്നെ പറഞ്ഞു എന്ത്, ഭക്ഷണം കുറക്കുക. വഫാരിഖിൽ ബിത്നത, വയറ് നിറക്കലിനെ നിങ്ങൾ ഒഴിവാക്കുക എന്നുള്ളത്. അപ്പോൾ അതെന്താ, അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നതായിട്ടൊരു ഹദീസ് ഉണ്ടല്ലോ, മൻ ഖല്ല ത്വഅമുഹു സ്വഹബത്തുനു വസഫാ ഖൽബു വമൻ കഥറ ത്വഅമുഹു സഖമ ബത്തുനുഹു വഖസാ ഖൽബു. ആരുടെയെങ്കിലും ഭക്ഷണം കുറഞ്ഞാൽ അവൻ്റെ വയറ് രോഗവിമുക്തമാവും. പിന്നെ ഭക്ഷണം കുറഞ്ഞാൽ രോഗവിമുക്തമാണ്, പിന്നെ രോഗമൊന്നും ഉണ്ടാവുകയില്ല. അങ്ങനെ എന്ത് ചെയ്യുകയും ചെയ്യും? ഹൃദയം തെളിയുകയും ചെയ്യും. ഹൃദയം തെളിയുക എന്നുള്ളതാണ് ഇൽമ പഠിക്കാനുള്ള ഏറ്റവും വലിയ മാർഗ്ഗം. അപ്പോൾ ആവശ്യത്തിന് ഭക്ഷണം കഴിച്ച് ആരോഗ്യം നിലനിർത്തുന്ന രൂപത്തിൽ ഭക്ഷണം കഴിച്ചിട്ടായിരിക്കണം ഇൽമ പഠിക്കാൻ തയ്യാറാവേണ്ടത് എന്നർത്ഥത്തിനേക്കാണ് കേട്ടോ. പിന്നെ പറഞ്ഞാൽ തന്നെ ഒമൻ കസുറത്തു ആമഹു സക്കമ പത്തുനു, ആരെങ്കിലും ഭക്ഷണം അധികരിച്ച് കഴിച്ചാലോ അവൻ്റെ വയറിന് അസുഖമാകും. പിന്നെ അത് ഹൃദയത്തിലെ മനസ്സിലാക്കലിനെ കുറയ്ക്കുകയും ഹൃദയം കഠിനമാവുകയും ചെയ്യും എന്ന്
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ മഹാനായ അലി റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, അൽ ബിച്നത്തു തുദ്ഹിബുൽ ഫിത്ന. ഫിത്നത്ത് ഫതാനത്താണ്ടോ ബുദ്ധി കൂർമ്മത. അൽ ബിത്നത്തു വയറ് നിറക്കുക എന്നുള്ളത് ബുദ്ധി കൂർമ്മതയെ ഇല്ലാതാക്കി കളയും. ഇതുപോലെ തന്നെ എന്ത് ഉറക്ക അധികരിപ്പിക്കുക എന്നുള്ളതും ഒഴിവാക്കണം. ഉറക്ക് ആവശ്യത്തിനായിരിക്കണം. അപ്പോൾ ആ ഉറക്ക് അധികരിപ്പിക്കൽ ഒഴിവാക്കൽ എന്താണ്? അദബാണ്. അദബ് മര്യാദയിൽപ്പെട്ടതാണ് അർത്ഥം. കറ കറ എന്നുള്ളത് എന്താ പറയുക, ഈ മഹ് എന്നുള്ളൊരു ഫെയിലും അമ്രാണല്ലോ, ആ അമ്രിൻ്റെ മഫൂലായിട്ടാണ് കറ മുന്തി വന്നത് ആവാൻ. അങ്ങനെ മഫൂൽ മുഖദ്ദമ ആവാൻ പറ്റുമോ പറ്റില്ല എന്നുള്ളത് പ്രാക്ടീസ് ഉണ്ടെങ്കിലും ഏതായാലും അങ്ങനെ പറ്റും. കറ എന്ന ഉറക്കത്തെയും എന്ന അർത്ഥത്തിനേക്കാണ്, തൂങ്ങി ഉറക്കത്തെയും മഹ് നിങ്ങൾ ഉപേക്ഷിക്കുക എന്നുള്ള അർത്ഥമാണ് അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. പിന്നെ അതുപോലെ തന്നെ അതിൻ്റെ കാര്യങ്ങൾ വിശദീകരിച്ച് പറയുമ്പോൾ വസാഹിം എന്നുള്ളത് മുസാഹമത്ത് നമ്മൾ പറഞ്ഞു, മൊക്കാറബത്ത് എന്ന അർത്ഥത്തിനേക്ക് അടുക്കുക എന്ന അർത്ഥത്തിനേക്കാണ്. പിന്നെ ഫഹൂല് ഫഹൂൽ എന്ന് പറഞ്ഞാൽ അത് ദക്കറുൽ കവിയു മിനൽ ഹയവാനി കമാഫിൽ മുഖ്താർ എന്ന ഈ ഫഹൂല് ഫഹൂല് എന്ന് പറഞ്ഞാൽ എന്താ പറയുക, എല്ലാ ആൺവർഗത്തിൽപ്പെട്ട എല്ലാ ജീവികളിലും ബുദ്ധി കൂടിയ നല്ല ശക്തരായ ആളുകൾക്കാണ് ഫഹൂല് ഫഹൂല് എന്ന് പറയുക. ശക്തിയുള്ള ആളുകൾക്ക് ഫഹൂൽ എന്ന് പറയും. ഇവിടെ നമ്മൾ ഉദ്ദേശിക്കുന്ന അൽ ഫഹൂൽ എന്ന് പറഞ്ഞാൽ അൽ ഉലമാ ഉൽ മുത്തബഹിറൂന ഫി ഫുനൂനിൽ ഇൽമി, ഇൽമിൻ്റെ ഈ കലയിൽ, ഇൽമിൻ്റെ ഈ മേഖലയിൽ അഗാധജ്ഞാനമുള്ള വലിയ പണ്ഡിതന്മാർക്കാണ് ഇവിടെ ഫഹൂൽ എന്ന് ഉദ്ദേശിച്ചത് കേട്ടോ. പിന്നെ ബിൽ കറാമ എന്നുള്ളത് സാഹിം ബിൽ കറാമ എന്നാണ്, കറാമത്തോട് കൂടെയായ അവസ്ഥയിൽ എന്ന അർത്ഥത്തിനിക്ക്. ഓക്കെ. പിന്നെ ഇവിടെ പറയുന്നത് വലിയ പണ്ഡിതന്മാരുടെ സദസ്സുകളിൽ അവരുടെ നിന്നും ഇൽമു പഠിക്കാൻ പോകുമ്പോൾ ഇങ്ങനെയൊക്കെ ശ്രദ്ധിക്കണം എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയാണ് പറഞ്ഞത് കേട്ടോ. അതുപോലെ തന്നെ ഏകദേശം തൊട്ടടുത്ത് ഇരിക്കാതെ, അതിനൊക്കെ ഓരോ അദബുകൾ, ഓരോ നിയമങ്ങളൊക്കെ ഉണ്ട്. വലിയ വലിയ പണ്ഡിതന്മാരുടെ അടുത്ത് അവരുടെ സദസ്സിലൊക്കെ പോകുമ്പോൾ അല്പം വിട്ടു നിന്ന്, എന്നാൽ ശബ്ദങ്ങളൊക്കെ കേൾക്കുന്ന രീതിയിൽ നേരിട്ട് ഇൽമുകൾ മനസ്സിലാക്കുന്ന രൂപത്തിലാണ് എന്നൊക്കെ പറയാറുണ്ട് കേട്ടോ. ഇവിടെ ഫുഹൂല് ഫുഹൂൽ എന്ന് പറയുന്നത് ഉലമ ഫസാഹിമിൽ ഉലമ എന്ന് പറഞ്ഞാൽ മതി. പക്ഷെ ഇവിടെ ഫസാഹിമിൽ ഫഹൂല എന്ന് പറയാനുള്ള കാരണം എന്താ? ഇൽമ് എന്ന് പറഞ്ഞാൽ കേവലം ഒരു ആലിമായതിൽ നിന്നും ഇൽമു പഠിക്കാൻ പറ്റില്ല. അതെന്തായിരിക്കണം? അത് ആ ഇൽമിൻ്റെ പരിപൂർണ്ണ എത്തിയ ആളുകളിൽ നിന്ന് തന്നെയായിരിക്കണം പഠിക്കേണ്ടത്. അവൻ്റെ ഈമാന് പരിപൂർണമായിരിക്കണം. അതുപോലെ തന്നെ ദീനും ഇസ്ലാമൊക്കെ പരിപൂർണമായ ആളുകളായിരിക്കണം എന്നർത്ഥത്തിനിക്കാണ്. പിന്നെ ഫാരിഖ് എന്ന് പറഞ്ഞു. ഫാരിഖ് എന്നുള്ളത് എന്താണ്? ഫാറഖ യുഫാരിഖു മുഫാറഖത്തൻ എന്നുള്ളതിൽ നിന്നുള്ള അമ്രാണത് ഫാരിഖ്, ഉത്റുക്ക് എന്ന അർത്ഥത്തിന് ഒഴിവാക്കുക. അൽബിച്നത്ത എന്നുള്ളതോ അവിടെ ഫാരിഖിൻ്റെ മഫൂലായിട്ടാണ് കേട്ടോ. അത് അൽബിച്നത്ത എന്നർത്ഥത്തിനിക്ക്, അൽ ഇംതില എന്നർത്ഥം, എന്താ പറയുക, വയറ് നിറക്കുക എന്ന്. പിന്നെ കറ, കറ എന്ന് പറഞ്ഞാൽ നുആസ്, നുആസ് എന്ന് പറയും, എന്ത് തൂങ്ങിയുറങ്ങുന്നതിന്. ഇതുപോലെ റളിയ കരിയ യക്കറ, റളിയ ഇർള എന്നതിൽ നിന്നാണ് എന്തുണ്ടായത്? കറ എന്നുള്ള ഇസ്മുണ്ടായത് എന്ന് മനസ്സിലാക്കുക. പിന്നെ ഈ ബൈത്തിൽ നിന്ന് മൊത്തത്തിൽ പറയുമ്പോൾ എന്താണ്? ഒരു വിദ്യാർത്ഥിക്ക് അനിവാര്യമാണ് എന്ത്? അവൻ വയറ് നിറച്ച് ഭക്ഷണം കഴിക്കലും തൂങ്ങി ഉറക്കൊക്കെ ഒഴിവാക്കണം. അതുപോലെ തന്നെ ഉറക്കം അധികരിപ്പിക്കരുത്. പിന്നെ ഇത് അധികരിപ്പിക്കൽ, അതായത് ഉറക്കം അധികരിപ്പിക്കലും വയറ് നിറക്കലൊക്കെ ബുദ്ധിയെ കുറക്കുകയും പിന്നെ താല്പര്യങ്ങളെ ഇല്ലാതാക്കി കളയുകയും എന്നൊക്കെയാണ് ഞാൻ മനസ്സിലാക്കേണ്ടത്. പിന്നെ അതുപോലെ തന്നെ ഇവിടെ എന്ത് അലിംതിലാവു ഷദീദു മിനത്വാമി എന്ന് ബിത്തിനത്തിൻ്റെ അർത്ഥം വയറ് നിറച്ച് ഭക്ഷണം കഴിക്കുക എന്നുള്ളത് കേട്ടോ. പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പറ്റി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതായിട്ട് ഹുദൈഫ റളിയല്ലാഹു അൻഹു പറയുന്ന ഒരു ഹദീസ് ഉണ്ട്. എന്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, എന്ത് മൻ ഖല്ല ത്വാമുഹു സ്വഹബത്തുഹു എന്നുള്ള ഹദീസ്. ആരെങ്കിലും വയറ് നിറക്കൽ ഒഴിവാക്കി ഭാഗത്തിന് ഭക്ഷണം കഴിച്ച് ഭക്ഷണം കുറച്ചാൽ അവൻ്റെ വയറ് ശുദ്ധമാവുകയും അതുപോലെ തന്നെ അവൻ്റെ മനസ്സും ശുദ്ധമാവുകയും എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഈ വയറ്റിൽ നിന്ന് മൊത്തത്തിൽ മനസ്സിലാകുന്നത് എന്താണ്? പണ്ഡിതന്മാരോട് അതുപോലെ ആയിരിക്കണം അടുക്കേണ്ടത്, അവരുമായി സഹവസിക്കേണ്ടത്. അതുപോലെ അധികരിച്ചുള്ള ഭക്ഷണം കഴിക്കലും ഒഴിവാക്കണം, തൂങ്ങിയുറക്കവും അധികരിച്ചുള്ള ഉറക്കൊക്കെ ഒഴിവാക്കണം എന്നാണ് പറയുന്നത്. മഹ് പറഞ്ഞാൽ ഉപേക്ഷിക്കുക എന്നർത്ഥത്തിലേക്കുള്ള അമ്രാണ് കേട്ടോ. അത് നമ്മൾ വിശദമായിട്ട് പിന്നെ പഠിക്കും, നെഹ്വൊക്കെ പഠിക്കുമ്പോൾ മഹിൻ്റെ വിശദീകരണം പഠിക്കും. ഏതായാലും മഹ് പറഞ്ഞാൽ നീ വെടിയുക എന്നർത്ഥത്തിനർത്ഥം, ഫാരിഖ് എന്ന അർത്ഥത്തിനൊക്കെ തന്നെയാണ്. അതൊന്ന് കവിതയ്ക്ക് വേണ്ടി അങ്ങനെ അവസാനിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതാണ്. കറ എന്ന് പറഞ്ഞാൽ ഉറക്കം എന്നുണ്ടോ. കറാമത്ത് എന്ന് പറഞ്ഞാൽ കറാമത്ത്, മാന്യത, അദബ് എന്ന അർത്ഥത്തിനൊക്കെ. അപ്പോൾ ഈ വരി കൂടി നിങ്ങൾ പഠിക്കുക. അസ്സലാമു അലൈക്കും.